ഹലോ. ആ കുറെ ദിവസമായി കണ്ടിട്ടെന്ന് എനിക്കറിയാം. ഞാൻ എക്സാം പരിപാടിയൊക്കെ ഇട്ട് കുറച്ച് തിരക്കിലായി പോയി, അതാണ് പോസ്റ്റ് ചെയ്യാൻ വൈകിയത്. വേറെ നല്ലതാ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. ഉം. ഇനി അങ്ങനെയല്ല, എൻ്റെ പോലെ ലൈഫിൽ എന്തൊക്കെയോ മിസ് ഔട്ട് ചെയ്യുന്നൊരു തോന്നലാണെങ്കിൽ ഹാപ്പിയാണ്, പക്ഷെ എന്തൊക്കെയോ മിസ് ചെയ്യേണ്ട ലൈഫിൽ അങ്ങനത്തെ ഒരു തോട്ടാണ്. അങ്ങനത്തെ തോട്ടായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ ചിലപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ല, ഒട്ടും കൺസിസ്റ്റന്റ് അല്ല. അപ്പം അതൊക്കെ മാറ്റാനായിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. 30 ദിവസത്തെ ജേണി ഡോക്യുമെന്റ് ചെയ്യാനായിട്ട്. 30 ദിവസം ഞാൻ അത്യാവശ്യം വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്തു, അക്കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട്. പിന്നെ അതിനുശേഷം അക്കൗണ്ടബിലിറ്റി പോയി, പിന്നെ വീണ്ടും പതുക്കെ പഴയ ട്രാക്കിലേക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കഴിഞ്ഞ ആഴ്ച വരെ അല്ല, കഴിഞ്ഞ ആഴ്ച വരെ ആ ഒരു ഫേസിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ മൊത്തത്തിൽ പഴയ ട്രാക്കിലേക്ക് പോയി. കാരണം നമ്മളെ തേർഡ് ഡേ ചലഞ്ച് നിർത്തി. പിന്നെ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യേണ്ട ഒരു 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 ഇതവിടെ ഇല്ല. അപ്പോൾ പിന്നെ വീണ്ടും പതുക്കെ ഞാൻ ബുക്ക് വായന പതുക്കെ കുറച്ചെന്ന് വെച്ചാൽ വേണമെന്ന് വെച്ചാൽ കുറച്ചല്ല. എക്സാം പരിപാടിയൊക്കെ ആയതാണ്, പക്ഷെ എക്സാമിന്റെ ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ എന്താ പറയാ, ഫോൺ അഡിക്ഷനും സംഭവങ്ങളൊക്കെ കയറി വന്നു. ഇടയ്ക്ക് ഫോൺ കൈ കിട്ടുമ്പോൾ ഫോൺ എടുക്കും, ബുക്ക് എടുക്കണം ഉപരി. പിന്നെ ബുക്ക് വായിക്കാൻ കിട്ടിയ ബുക്കാണെങ്കിലും വേറൊരു ബുക്കായിരുന്നു അത്. ബുക്ക് നല്ല ബുക്കാണ്, പക്ഷെ എൻ്റെ കൈ കിട്ടിയത് വേറെ ടൈമിലായി പോയെന്നുള്ളൂ. ബുക്കിനെ പറ്റി ഞാൻ പറയാം, വരുമ്പോൾ പറയാം. ബുക്കും കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡ് ബുക്കാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ചുകൂടെ പോസ്റ്റ് ബുക്ക് വായിക്കണം എന്നൊക്കെ ഞാൻ വായിക്കേണ്ടിരുന്നു, പക്ഷെ വായിച്ചപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ കണ്ടിന്യൂറ്റി പോയതുകൊണ്ട് നമുക്ക് ഫർദർ വായിക്കാൻ പറ്റിയില്ല. ആ ബുക്ക് വായന ഇടയ്ക്കുന്ന സ്റ്റോപ്പായി, മെഡിറ്റേഷൻ സ്റ്റോപ്പായി, വർക്കൗട്ട് പോകേണ്ട ടൈമിലേക്ക് വർക്കൗട്ട് വരേക്ക് പോകണ്ടായി, പിന്നെ ജേർണലിങ്ങും സ്റ്റോപ്പായി. മൊത്തത്തിൽ ഇന്ന് തളർന്നിട്ട് കിടക്കായിരുന്നു ആ സമയത്ത്, ഈ സമയത്ത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കേണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് വീഡിയോ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഞാനത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി, സീൻ ബൈ സീൻ സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ആക്കി വെച്ചേക്കായിരുന്നു. ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലായി. കാരണം നമ്മൾ വിചാരിക്കും ഒരു സാധനം വിചാരിക്കും മനസ്സിൽ, പക്ഷെ ആ സാധനം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ സ്കില്ല് വെച്ചിട്ട് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അത് റെഡി ആവണ്ടായി. അപ്പൊ ഞാൻ ഭയങ്കര ഡൗൺ ആയി, നടക്കില്ല. അല്ലെങ്കിൽ പിന്നെയാണ് ഞാൻ പോസ്റ്റിൽ ഒരു ഇതിട്ടുണ്ട്, ആരും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു കുറച്ച് തിരക്കാട് അടുത്ത് ഇനി വരുമ്പോ പരിപാടിയൊക്കെ തീർത്തിട്ട് പോസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു. അങ്ങനെ എക്സാം കഴിഞ്ഞിട്ടില്ല, എക്സാമിന് ഈ ഞായറാഴ്ച വരണേ. പക്ഷെ ഉള്ളിൽ നമ്മളെന്തോ എന്തോ ഒരു മിസ്സിംഗ് ഒക്കെ ആയിട്ടാണ് ഇന്നൊരു ഐഡിയ തോന്നി എനിക്ക്. അപ്പൊ ഞാൻ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാം. ഇന്ന് ഷൂട്ട് ചെയ്താൽ ഞാൻ ഒന്ന് പോസ്റ്റ്, ഇന്ന് നാളേക്കായിട്ട് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തൊന്നും പരിപാടി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്ന വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാണ്. സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല, ഒന്നും വേറെ പ്രൊഫഷൻ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ കുറച്ച് തോട്ടുകൾ എനിക്ക് വന്നു, നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഞാൻ ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ലൈഫിൽ എന്തോ മിസ് ഔട്ട് ചെയ്യണം പോലെ തോന്നല്, അങ്ങനത്തെ തോന്നലാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ. കാരണം എനിക്ക് ആ തോന്നലുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അടുത്ത്. കാരണം എനിക്കും കുറെ നാളായിട്ട് എന്തൊക്കെയോ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ മിസ് ഔട്ട് ചെയ്യുന്ന തോന്നലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഞാൻ വർക്കൗട്ടിന് പോകാറുണ്ട്. വർക്കൗട്ട് പോകുമ്പോൾ സാറുണ്ട്. അപ്പൊ ഞാൻ സാറിടയ്ക്ക് ഇങ്ങനെ ടോക്കിലേക്ക് പോകാറുണ്ട്. ഞങ്ങളിങ്ങനെ അത്യാവശ്യം ഡീപ്പായി കുറച്ച് ടോക്കിലേക്ക് പോകാറുണ്ട്. അപ്പൊ സാറ് എൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ ഈ മെഡിറ്റേഷനെ പറ്റിയും ഒക്കെ കുറച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു. കുറച്ചുകൂടെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ മിക്കതിലും കാണുന്നത് വേറൊന്നല്ല, ഇങ്ങനെ കുറെ ആൾക്കാർ അവര് കുറെ ട്രിപ്പ് പോകുന്നു, അല്ലെങ്കിൽ അവർ മൊത്തം ഹാപ്പി മൂമെന്റ്സ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഫുള്ള് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ എക്സാം ടൈം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടും കളർഫുൾ അല്ലാത്ത, രാവിലെ എനിക്ക് പഠിക്കുക, കിടന്നുറങ്ങാം, രാവിലെ എനിക്ക് പഠിക്കുക, കിടന്നുറങ്ങാം, റിപ്പീറ്റ് ആണ്. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ലൈഫാണ് കുറെ നാളായിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോ ഓക്കെ, നമ്മളപ്പോ ആലോചിക്കുക എന്റെ ലൈഫ് ഇങ്ങനെ അല്ലല്ലോ, കമ്പാരിസൺ വരാണ്. അപ്പൊ നമ്മൾ വേണമെന്ന് വെച്ച് കമ്പയർ ചെയ്യല്ല, വേണമെന്ന് വെച്ച് എടുത്ത് കമ്പയർ ചെയ്യുന്ന അല്ല നമ്മൾ. പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോ നമ്മളോട് അറിയണം, നമ്മൾ കമ്പയർ ചെയ്ത് പോവാണ്. ഓക്കെ, എന്റെ ലൈഫ് ഇതല്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തീർത്ത് പോകണം. പിന്നെ പഠിക്കാനോ മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആവാണ് ആ ഒരു കമ്പാരിസൺ വരുമ്പോഴേ. അത് എന്നെ ഭയങ്കര ബാധിച്ചിട്ടുണ്ടായിരുന്നു. മുൻ കുറെ ടൈം മുന്നേ എന്നെ കുറെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമും പരിപാടിയൊക്കെ കളഞ്ഞതും ഷോർട്സുകളൊക്കെ നിർത്തിയത് കൊണ്ടാണ്. എന്നാലും ഇപ്പൊ കുറച്ചായിട്ട് വീണ്ടും കമ്പാരിസൺസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിലാണ് സാറ് ഞാൻ ടോക്ക് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ സാർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്, ഈ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെറുതായിട്ട് ട്രെയിൻ നോക്കുന്നുണ്ട്. എനിക്ക് സാറ് പറഞ്ഞ ലെവലിൽ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ല, മെഡിറ്റേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ
ഞാൻ ഒന്ന് ചെറിയ നോക്കുന്നുണ്ട്. പക്ഷെ ഇന്നാ ഞാൻ പറഞ്ഞില്ല, മറ്റേ ബുക്കിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ബുക്കിന്റെ പേര് ലെമൺ ട്രീ ഗ്രോസ്. ആ ബുക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ, അതായിരിക്കും നല്ലത്. ആ ബുക്ക് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഒരു 30-50 ആവണുള്ളൂ. അപ്പോൾ ആ ബുക്കിൽ സിറിയയിലത്തെ വാറിനെ പറ്റിയും അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവ് കഥ പോണത്. എനിക്കൊരു കൂട്ടുകാർ റെക്കമെൻഡ് ചെയ്ത ബുക്കാണ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് റെക്കമെൻഡ് ചെയ്ത ബുക്കാണ്. ഞാൻ നമ്മളെ ലാസ്റ്റ് ബുക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചു. പക്ഷെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. വായിച്ചു തുടങ്ങിയപ്പോഴാണെങ്കിലും ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് ഞാൻ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡാണ്. വാറിനെ പറ്റിയാണ്. വാറിനെ പറ്റി വായിക്കാൻ എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ആ കുറച്ചാളല്ലേ വാറും ഫുൾ നെഗറ്റീവ് ഒക്കെ കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ വായിക്കുന്നത് ശരിക്കുമ്പോഴാണ് ഈ ബുക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ വെച്ചു ഇത് ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാന്ന് വെച്ചിട്ട്. പക്ഷെ ഈ ബുക്ക് ഞാൻ അടുത്ത് വീണ്ടും വായിച്ചു തുടങ്ങി. ഇന്ന് കുറച്ചുകൂടെ വായിച്ചു. ഇന്ന് വായിച്ചപ്പോ ഞാൻ ഞാൻ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് എസ്സേസ് നമ്മളൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പോൾ വായിക്കുമ്പോ അതിലൊരു പുള്ളിയുടെ എസ്സേയാണ്. അപ്പൊ അതിലൊരു ലൈൻ എനിക്ക് സ്ട്രൈക്ക് ആയി. ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഇന്നലെ വായിച്ച എസ്സേലത്തെ ഒരു ലൈൻ പെട്ടെന്ന് സ്ട്രൈക്ക് ആയി. അതായത് അതിൽ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ലൈഫ് വേറെ ആൾക്ക് ട്രേഡ് ചെയ്യുന്ന വിചാരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വേറെ ട്രേഡ് ചെയ്യാം, എനിക്ക് വേറെ നിങ്ങൾ ജീവിക്കുന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുന്ന വിചാരിക്കും. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ആ ട്രേഡ് ഇൻസ്റ്റന്റ്ലി വേറെ തോട്ട് പോലെ ആലോചിക്കാണ്ട് എടുക്കാനായിട്ട് ഈ ലോകത്ത് കുറെ ആൾക്കാരുണ്ടാവും. എനിക്കത് പെട്ടെന്ന് കണക്ട് ആയില്ല. ആദ്യം ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ലൈഫ് വേറെ ആൾക്ക് ട്രേഡ് ചെയ്യുന്ന വിചാരിക്കും. ആ ട്രേഡ് ഇൻസ്റ്റന്റ്ലി വേറൊന്നും ആലോചിക്കാണ്ട് എടുക്കാനായിട്ട് ഈ ലോകത്ത് കുറെ ആൾക്കാരുണ്ടാവും. എനിക്കതൊന്ന് മനസ്സിലായത് ആ ബുക്ക് വായിച്ചപ്പോഴാണ്. ഒബ്വിയസ്ലി വാർ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം എന്തായിരിക്കും സിറ്റുവേഷൻ. ഇപ്പോഴത്തെ പ്രസന്റ് ലോകത്താണെങ്കിലും വാറ് പോട്ടെ, വേറെ കുറെ ലൈഫ് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ മിക്കവരും ഞാൻ ജീവിക്കുന്ന ലൈഫ് ട്രേഡ് ചെയ്യാൻ ഇൻസ്റ്റന്റ് റെഡി ആവും എന്നുള്ളൊരു തോട്ടനെ ഹിറ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മളൊന്ന് ആലോചിക്കണത്, ഞാൻ അത്രയ്ക്കും നമുക്ക് ചുറ്റുമുള്ള കുറെ ഇതിനെപ്പറ്റി നമ്മളൊട്ടും ഇതല്ല. കാരണം എനിക്കിപ്പോ റെക്കോർഡ് ഒരു ഫോണുണ്ട്, സംസാരിക്കൊരു മൈക്കുണ്ട്, അല്ല റൂമുണ്ട്, പല കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെപ്പറ്റിയൊന്നും നമ്മളതിന് ഗ്രേറ്റ്ഫുൾ അല്ല, നമ്മൾ അതിനൊന്നും ഒരു വില കൊടുത്ത് കാണാത്ത പോലെ തോന്നി എനിക്ക്. നമുക്കുള്ളത് വെച്ച് നമ്മൾ ഹാപ്പി ആവാൻ എപ്പോഴും മറന്നുപോയ പോലെ. പണ്ടൊക്കെ ചെറിയ ചെറിയ വീട്ടിൽ അച്ഛനമ്മയൊക്കെ വൈകുന്നേരം വരുമ്പോ അതിന് പലഹാരമൊക്കെ വാങ്ങിച്ചിട്ടൊരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു പലഹാരം കിട്ടി എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഹാപ്പി ആയിട്ട് കുറെ നാളായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഹാപ്പി ആയിട്ട്. എന്തോ ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയ കാണുമ്പോൾ എനിക്ക് ഇന്ത്യ മൊത്തം കറങ്ങണം, ട്രിപ്പ് പോകണം, സംഭവങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വേണം. പക്ഷെ അത് ചെയ്താലും ഒരു കംപ്ലീറ്റ്നെസ് കിട്ടാത്ത ഒരു ഫീലിംഗ്. ഞാൻ ചിലപ്പോൾ പോട്ടെ, അതിനാണ് ഞാൻ ട്രിപ്പ് പോവും, അങ്ങനെയൊന്നല്ല ഞാൻ പറയണം. പക്ഷെ ആ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇപ്പൊ വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമുക്ക് ചുറ്റും ഇപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. അതിന് കുറച്ചുകൂടി ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന് ആ വില കൊടുത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ അതിനെ വേറൊരു രീതിയിൽ കാണാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറെ മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറയണില്ല, ഞാനിതിപ്പോ പറയുമ്പോ എന്റെ ലൈഫ് മൊത്തം മാറി, എന്റെ പേഴ്സ്പെക്റ്റീവ് മാറ്റിയപ്പോ എന്റെ ഫുൾ ലൈഫ് മാറി എന്നല്ല ഞാൻ പറയണേ. ഞാൻ ആ ലെവലിൽ എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് സാധനം ഇഷ്ടമായി, ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങളുടെ അടുത്ത്, അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെയല്ല ഷെയർ ചെയ്തത്. എനിക്ക് ഒരു ഐഡിയ വന്നു, ഞാൻ ട്രൈ ചെയ്യുന്നു, നിങ്ങളോടും പറയുന്നു. ഞാൻ അതിൽ മാസ്റ്റർ ആഗ്രഹിക്കണില്ല. ഞാൻ കുറച്ച് ദിവസം ട്രൈ ചെയ്തപ്പോൾ ഇന്ന് ആ സാധനം സ്ട്രൈക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിയലൈസേഷൻ ഉണ്ടായി. ഓക്കെ, അതാണ് കാര്യം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ കണ്ടോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി റിലാക്സ് ആയ പോലെ, നമ്മൾ സ്ട്രെസ്സൊക്കെ ഒന്ന് പറഞ്ഞ പോലെ കുറച്ചും കൂടി റിലാക്സ് ആയ പോലെ എനിക്ക് തോന്നി. നിങ്ങളത് ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പറ്റണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ മെഡിറ്റേഷനാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മെഡിറ്റേഷൻ. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് തന്നെ കിട്ടും, വലിയ ഇതില്ല. പിന്നെ കൂടുതലായിട്ട് ഞാൻ അതിനിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിലേക്ക് അകത്തേക്ക് പോകുന്ന ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ, കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതിലേക്ക് കൂടുതലായി പോയിട്ട് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മിസ്സിങ്ങും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മളെ പറ്റി ഒന്നുകൂടെ വേറൊരു പേഴ്സ്പെക്റ്റീവ് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.